എന്താണ്? അതെ, മോളുടെ സ്കോളർഷിപ്പ് പൈസ വന്ന 1000 രൂപയെ, പക്ഷെ അക്കൗണ്ടിൽ നിന്ന് 468 രൂപ കാണുന്നില്ല. എന്താണ്? ഇവളുടെ അക്കൗണ്ട് ഇവിടെ ഉണ്ട്, സ്കോളർഷിപ്പ് വന്ന അക്കൗണ്ടേ. ശരി, അതിൽ 1000 വരേണ്ടത്. പക്ഷെ ഇപ്പൊ ATM പോയി നോക്കി, അപ്പൊ അതിൽ നിന്ന് 468 രൂപ കാണാനില്ല. അതങ്ങനെ അങ്ങനെ വരാൻ പറ്റില്ല. അക്കൗണ്ട് നമ്പർ പറയും. സുലോചന അല്ലേ? ഞാനാകെ പേടിച്ചു പോയി. നിങ്ങളുടെ 4 ജില്ലാ രൂപ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഇത് കേസ് എന്തറിയോ? നിങ്ങളിവിടെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്ത കാരണേ അതിന് ഓട്ടോമാറ്റിക്കലായിട്ട് ഫൈനായിട്ട് കട്ട് ചെയ്ത് പോകണാണ്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ആ കാശ് അങ്ങനെ പോയിട്ടുള്ളതാണ്. സാറ് അതെങ്ങനെ ശരിയാവും? ഇവളുടെ അക്കൗണ്ടിലെ പൈസ ഇവളോട് ചോദിക്കാതെ എങ്ങനെയാ നിങ്ങൾ എടുക്കണേ? എന്തൊരു കഷ്ടം. നിങ്ങൾ ബാങ്കിലാണ് വന്നിരിക്കുന്നത്, ഓർമ്മ നിങ്ങൾക്ക്? ആ ബാങ്കിലാണ്. ബാങ്കിൽ ഇവളുടെ അക്കൗണ്ടിലാണല്ലോ സ്കോളർഷിപ്പ് വന്നത്. അത് ഇവളോട് ചോദിക്കാതെ എങ്ങനെ നിങ്ങൾ എടുക്കണത്? എന്താ നിങ്ങളുടെ പേരെന്താണ്? മണ്ടോതിരി. ആ മണ്ടോതിരിയമ്മേ, നിങ്ങളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങൾ ഇവിടെ ഇട്ട പൈസ ഞങ്ങൾ എന്റെ കയ്യിൽ കൊണ്ടുവന്നല്ലോ, ബാങ്കിൽ ഇട്ട പൈസ അല്ലേ? അതല്ലേ ചോദിക്കണേ, ഇവർക്ക് ഫീസ് കൊടുക്കാനുള്ളതാണെന്ന്. അതാണ് പറയണത്. ഇവിടെ ഫീസ് കൊടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ബാങ്കിന്റെ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ ഇട്ട പൈസ നിങ്ങൾ ട്രാൻസാക്ഷൻ കറക്റ്റായിട്ട് ചെയ്യാത്ത കാരണം മിനിമം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഫൈനായിട്ട് നിങ്ങളെ പൈസ കട്ട് ചെയ്ത് പോയതാണ്. സാർ എന്ത് പറഞ്ഞാലും എനിക്ക് ആ 468 രൂപ കിട്ടണം. നിങ്ങൾക്ക് നാളെ ഈ ജാതി 1000 രൂപ ഇട്ടിട്ട് 450 പോയി കണക്ക് പറയാനായിട്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, ആ 468 സാറതാ. ഈ ജാതി ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? അപ്പൊ സാറിന് അത് പൊള്ളും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും പൊള്ളും. സാറിന് തരാൻ പറ്റുമോ? പൈസ എന്റെ മണ്ടോതിരി മേഡം, നിങ്ങൾ പറയും കേക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട് എനിക്ക്. നിങ്ങളുടെ 450 കണക്ക് നോക്കിയിരിക്കലല്ലേ എനിക്ക് ഇവിടെ പണി. അപ്പൊ തരാൻ പറ്റൂല. എവിടെ നിർത്തി തരണം ഞാൻ? അത് മേടിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. എന്താ ഈ പറയുന്നത്? നിങ്ങളുടെ കാശ് ഞാൻ കട്ടുകൊണ്ടേതാണ്. അതറിയണല്ലോ. വേറെ 100 കൂട്ടം പണിയെടുക്കണം ഇവിടെ. അതിന്റെ 450 ഉണ്ണി ഇതെവിടെയാണ്? ഈ കഴുതൊക്കെ ഷൂട്ടിംഗ് ആണ് വലുത്. നമ്മുടെ മനുഷ്യന്റെ തല പൊടിഞ്ഞിരിക്കുകയാണ്, അതിന് പോയിരിക്കുകയാണ്. സിനിമ ഷൂട്ടിങ്ങിന് നടക്കണം അവൻ. ഒരു വരങ്ങട് ഒരു അന്തമൊന്നും ഇല്ലാത്ത ആൾക്കാരെ കയറ്റി വിടുകയാണ് മാനേജറിന്റെ ക്യാബിനിലേക്ക്. മതിനി എന്താ ചെയ്യണ പണിയൊന്നും കൂടി മറന്നു പോയി. ഇടങ്ങറായി വിട്ട് ബാബുത് 1.5 മണിക്കൂറാണ് ഞാൻ ATM മുന്നിൽ കിടന്ന് തിരിഞ്ഞു വെച്ച്. ഇത് ഏട് പോകാനുണ്ടത്? അല്ല പൈസ വാങ്ങിട്ടായിരുന്ന പൈസ ഇട്ട് പൈസ ഓൻ പൈസ ഇടാത്തതിന് മുമ്പ് തന്നെ ഞാൻ ATM പോയി കുറെ നേരം നോക്കി. അപ്പോഴൊന്നും വന്നില്ല. പിന്നെ അവൻ വിളിച്ചാൽ ഞാൻ അതപ്പം ഇട്ടിക്കണ് ഈ ധൈര്യമായിട്ട് നോക്കിയോന്ന്. പിന്നെ പോയി അതല്ല എനിക്കും അറിയാത്ത 3000 രൂപ ഓൻ ഇട്ടെന്ന് അറിഞ്ഞത്. 1.5 മാസമായി ഓൻ്റെ അടുത്ത് കടം പേടിച്ചിട്ട്. അങ്ങനെ ഓനോട് പറഞ്ഞിട്ടാണ് ഇന്ന് പോട്ട് ഇട്ട പൈസ കാണുന്നില്ല അറിഞ്ഞാൽ ഇത് ഇവിടെ പോകണ്ടായിരുന്നു ശരിക്കും. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എങ്ങടാ പോണെന്ന്? മറിമായം